ഹായ് ഓൾ, നമ്മളിന്ന് KWA ലാബ് അസിസ്റ്റൻറ്റിൻ്റെ സിലബസിലെ ആദ്യത്തെ പോർഷനായ MLTയുടെ ആദ്യത്തെ മൊഡ്യൂളിൻ്റെ ഒരു ക്വിക്ക് റിവിഷനാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം MLT 50 മാർക്കിനുണ്ട്. അതിൽ തന്നെ മൊഡ്യൂൾ 1 എന്ന് പറയുമ്പോൾ 10 മാർക്കിൻ്റെ ഏരിയയാണ്. ഇപ്പോൾ ഇതിനകത്ത് മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് ബേസിക് ലബോറട്ടറി ടെക്നിക്സ് ആണ്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മുമ്പ് PYQ വെച്ച് നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് കെമിക്കൽസ്, ഗ്ലാസ് വെയേഴ്സ്, ഡിസിൻഫെക്ഷൻ, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ്, കോമൺ ഇൻസ്ട്രുമെൻറ്റ്സ്, ഡിസ്റ്റിലേഷൻ ആൻഡ് ഡി അയണൈസേഷൻ അപ്പാരറ്റസ്. ഇത്രയാണ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. കെമിക്കൽസ് എന്ന് പറയുമ്പോൾ പല ടൈപ്പ് കെമിക്കൽസ് നമുക്ക് ലാബിലുണ്ട്. ഏതൊക്കെയാണ്? ഫ്ലേമബിൾ കെമിക്കൽസ്, കൊറോസീവ് കെമിക്കൽസ്, ഓക്സിഡൈസിങ് കെമിക്കൽസ്, എക്സ്പ്ലോസീവ് കെമിക്കൽസ്, റേഡിയോ ആക്റ്റീവ് കെമിക്കൽസ്, കാർസിനോജനിക് കെമിക്കൽസ്, ടോക്സിക് കെമിക്കൽസ്. അതിനകത്ത് ഫ്ലേമബിൾ കെമിക്കൽസ് എന്ന് പറയുമ്പോൾ അറിയാം, പെട്ടെന്ന് കത്തുന്ന കെമിക്കൽസ്. അപ്പോൾ നമ്മളതിനെ സ്റ്റോർ ചെയ്യേണ്ടതൊക്കെ ഈ ഫ്ലെയിമിൽ നിന്നും മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ ബെൻസൺ ബേർണറിൽ നിന്നൊക്കെ ഒരുപാട് ദൂരെ വെച്ചിട്ട് വേണം എന്ത് ചെയ്യുന്നത്, ഇത് സ്റ്റോർ ചെയ്യാനായിട്ട്. കത്തുന്ന ഒരു അന്തരീക്ഷത്തിൽ സൂക്ഷിക്കരുത് ഫ്ലെയിമബിൾ കെമിക്കൽസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ വരുന്നത് അസറ്റോൺ, ഈതർ, ആൽക്കഹോൾ തുടങ്ങിയവയാണ് എന്ത് ഫ്ലെയിമബിൾ കെമിക്കൽസിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത കാറ്റഗറി കൊറോസീവ് കെമിക്കൽസ് ആണ്. കൊറോസീവ് കെമിക്കൽസിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് ആസിഡ്, അതുപോലെ കോൺസെൻട്രേറ്റഡ് ആസിഡ്സ്, ആൽക്കലീസ്, ഫീനോൾസ് ഒക്കെയാണ് എന്ത് കൊറോസീവ് കെമിക്കൽസിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഈ കോൺസെൻട്രേറ്റഡ് ആസിഡ്സ് എന്ന് പറയുമ്പോൾ അറിയാലോ, സൾഫ്യൂരിക് ആസിഡ് അതുപോലുള്ളത്. ഇനി ഓക്സിഡൈസിങ് കെമിക്കൽസ് എന്ന് പറയുന്നത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, ക്രോമിക് ആസിഡ്, ക്ലോറൈഡ്സ്. ഇതൊക്കെയാണ് എന്ത് ഓക്സിഡൈസിങ് കെമിക്കൽസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എക്സ്പ്ലോസീവ് കെമിക്കൽസ്. എപ്പോഴും എക്സാമിന് കൂടുതലും ഈ കെമിക്കൽസിൻ്റെ ഭാഗം വരുമ്പോൾ ചോദിക്കുന്ന മെയിൻ ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലോസീവ് കെമിക്കൽസ് എന്നുള്ളത്. എക്സാമ്പിൾ പിക്രിക് ആസിഡ് ആണ്. അപ്പോൾ എക്സ്പ്ലോസീവ് കെമിക്കൽസിനെ നമ്മളെപ്പോഴും സ്റ്റോർ ചെയ്യുന്നത് ഡ്രൈ പ്ലേസിൽ നിന്ന് മാറ്റിയാണ്, അല്ലെങ്കിൽ മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ള പ്ലേസിലാണ്, അല്ലെങ്കിൽ വാട്ടറിലാണ് എക്സ്പ്ലോസീവ് കെമിക്കൽസിനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ പിക്രിക് ആസിഡ് ആണ്. പിക്രിക് ആസിഡ് 2 വട്ടം JLA ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. 2 വട്ടത്തെ JLA ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു കെമിക്കൽ ക്വസ്റ്റ്യൻ ആണ് ഇത് പിക്രിക് ആസിഡ്. വാട്ടറിൽ കെപ്റ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്ന കെമിക്കൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിക്രിക് ആസിഡ് ഏത് കണ്ടീഷനിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ 2 രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് റേഡിയോ ആക്റ്റീവ് കെമിക്കൽസ്, പിന്നെ കാർസിനോജനിക് കെമിക്കൽസ്. കാർസിനോജനിക് കെമിക്കൽസ് എന്ന് പറയുമ്പോൾ അറിയാലോ, ക്യാൻസർ കോസിങ് ആയിട്ടുള്ള കെമിക്കൽസ് ആണെന്ന് കാർസിനോജനിക് കെമിക്കൽസ് എന്ന് പറയുന്നത്. പിന്നെ ടോക്സിക് കെമിക്കൽസ് ആയിട്ടുള്ള പൊട്ടാസ്യം സയനൈഡ്. ഇനി ഇതിൻ്റെ കെമിക്കൽസിൻ്റെ തന്നെ ഹാൻഡിലിങ്ങും സ്റ്റോറേജും ആണ് ഈ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, മാനുഫാക്ചറേഴ്സിൻ്റെ മാൻഡേറ്ററി ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് ഏത് കെമിക്കൽസ് ആണെങ്കിലും അതിൻ്റെ ഹസാർഡ് സിമ്പിൾ ലേബൽ ചെയ്യുക. അതുപോലെ ഒരു സിമ്പിൾ ഇൻസ്ട്രക്ഷൻ, എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള സിമ്പിൾ ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരിക്കണം. ആ കെമിക്കലിൻ്റെ സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. അതുപോലെ എക്സ്പയറി ഡേറ്റ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ലേബൽ ചെയ്തിരിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലെയിമബിൾ കെമിക്കൽസ് ആണെങ്കിൽ ഡയറക്റ്റ് ഫ്ലെയിമിൽ നിന്നും മാറ്റി വേണം എന്ത് ചെയ്യാനായിട്ട്, ഹാൻഡിൽ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇത് സ്റ്റോർ ചെയ്യുന്നത് ഫയർ പ്രൂഫ് മെറ്റൽ കണ്ടെയ്നേഴ്സിൽ ഗ്രൗണ്ട് ലെവലിൽ കൂൾ ഡ്രൈ പ്ലേസിൽ വേണം ഫ്ലെയിമബിൾ കെമിക്കൽസ് സ്റ്റോർ ചെയ്യാനായിട്ട്. പിന്നീട് വരുന്നത് കൊറോസീവ് കെമിക്കൽസ്. കൊറോസീവ് കെമിക്കൽസ് എന്ന് പറയുമ്പോൾ ആംപെയർ കളേർഡ് ബോട്ടിൽസിൽ ഗ്രൗണ്ട് ലെവലിൽ സ്റ്റോർ ചെയ്യുക. എക്സ്പ്ലോസീവ് കെമിക്കൽസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഡ്രൈ പ്ലേസിൽ വെക്കരുത്. പിന്നെ റേഡിയോ ആക്റ്റീവ് കെമിക്കൽസ് എന്ന് പറയുമ്പോൾ ട്രെയിൻഡ് പേഴ്സൺസ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത്. കാർസിനോജനിക് കെമിക്കൽസും അതേ ക്ലോസ്ഡ് കണ്ടെയ്നേഴ്സിൽ സ്റ്റോർ ചെയ്യുക. പിന്നെ ഹൈലി ടോക്സിക് കെമിക്കൽസ് ആയ പൊട്ടാസ്യം സയനൈഡ് പോലുള്ള കെമിക്കൽസിനെ എന്ത് ചെയ്യുക, കബോർഡിൽ ലോക്ക് ചെയ്ത് സൂക്ഷിക്കുക. പിന്നെ നമ്മൾ ഏത് കെമിക്കലാണെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മൾ മൗത്ത് പിപ്പറ്റ് ചെയ്യരുത്. മൗത്ത് പിപ്പറ്റിങ് അവോയ്ഡ് ചെയ്യുക.
അതിന് പകരം പിപ്പറ്റ് ഫില്ലറോ ഡിസ്പെൻസറോ ഒക്കെ യൂസ് ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യുക, അത് എടുക്കുക. പിന്നെ ആസിഡിൽ ഒരിക്കലും വാട്ടർ ആഡ് ചെയ്യരുത്. അതുപോലെ കെമിക്കൽസിൽ ഒരിക്കലും ഫ്ലെയിമബിൾ കെമിക്കൽസ് ഒരിക്കലും ഫ്ലെയിമിനടുത്ത് വെക്കരുത്. നമ്മൾ അടുത്ത് നോക്കുന്നത് ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന മെയിൻ സിമ്പിൾസ് ആണ്. വാർണിംഗ് സിമ്പിൾസ് ഉണ്ട്, പ്രൊഹിബിറ്ററി സിമ്പിൾസ് ഉണ്ട്, മാൻഡേറ്ററി സിമ്പിൾസ് ഉണ്ട്. വാർണിംഗ് സിമ്പിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹസാഡസ് ആയിട്ടുള്ള കെമിക്കൽസ് അല്ലെങ്കിൽ ഇൻഫെക്റ്റീവ് സാമ്പിൾസ് അല്ലെങ്കിൽ ഡേഞ്ചറസ് സിറ്റുവേഷൻസിനെയൊക്കെ പറ്റിയിട്ട് വാർണിംഗ് കൊടുക്കുന്ന സിമ്പിൾസ് ആണ് എന്ത്, വാർണിംഗ് സിമ്പിൾസ് എന്ന് പറയുന്നത്. പ്രൊഹിബിറ്ററി സിമ്പിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ഓരോ പ്രാക്ടീസസ് പ്രിവെൻറ്റ് ചെയ്യുന്ന സിമ്പിൾസ് ആണെന്ത്, പ്രൊഹിബിറ്ററി സിമ്പിൾസ് എന്ന് പറയുന്നത്. അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രാക്ടീസസ് പ്രിവെൻറ്റ് ചെയ്യുന്ന സിമ്പിൾസ് ആണ് പ്രൊഹിബിറ്ററി സിമ്പിൾസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സ്മോക്കിംഗ് പാടില്ല, അല്ലെങ്കിൽ കെമിക്കൽസ് മൗത്ത് പിപ്പറ്റ് ചെയ്യാൻ പാടില്ല, അതുപോലെ നമ്മുടെ ലാബിലിരുന്ന് ഫുഡ് കഴിക്കുകയോ ഡ്രിങ്ക് ചെയ്യുകയോ ഒന്നും പാടില്ല, അല്ലെങ്കിൽ ഓപ്പൺ ഫ്ലെയിംസിൽ ഇത് ചെയ്യാൻ പാടില്ല, ഡ്രിങ്കിങ് വാട്ടർ പറ്റില്ല, മൗത്ത് പിപ്പറ്റിംഗ് പറ്റില്ല. ഇങ്ങനെയുള്ള പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു സിമ്പിൾസ് ആണ് എന്ത്, പ്രൊഹിബിറ്ററി സിമ്പിൾസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് മാൻഡേറ്ററി സിമ്പിൾസ്. ഇതെന്ന് പറയുന്നത് നമ്മൾ പാലിക്കേണ്ട സിമ്പിൾസ് ആണ് എന്ത്, മാൻഡേറ്ററി സിമ്പിൾസ് എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്നതാണ് ലാബ് കോട്ട് ധരിക്കുക, അത് കണക്ക് ഹാൻഡ്സ് വാഷ് ചെയ്യുക, കെമിക്കൽസ് യൂസ് ചെയ്യുമ്പോഴായാലും അതുപോലെ അപ്പാരറ്റസ് യൂസ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മുടെ ഹാൻഡ് വാഷ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക. അത് കണക്ക് മാസ്ക് ധരിക്കുക, ഗ്ലൗസ് ധരിക്കുക, ഇതെല്ലാം മാൻഡേറ്ററി സിമ്പിൾസിനകത്ത് വരുന്നതാണ്. ഇനി ഗ്ലാസ് വെയേഴ്സ്. ലാബിൽ പല ടൈപ്പ് ഗ്ലാസ് വെയേഴ്സ് ഉണ്ട്. ടെസ്റ്റ് ട്യൂബ്, പിപ്പറ്റ്, സ്ലൈഡ്, ബീക്കേഴ്സ്, ഫ്ലാസ്ക്, മെഷറിംഗ് സിലിണ്ടേഴ്സ്, അത് കണക്ക് ബ്യൂററ്റ്, പെട്രി ഡിഷ്, അങ്ങനെ കുറേ ഗ്ലാസ് വെയേഴ്സ് ഉണ്ട്. ഓരോന്നിനും ഓരോ യൂസ് ഉണ്ട്. അപ്പോൾ ബീക്കേഴ്സ് ആയാലും ഫ്ലാസ്ക് ആയാലും ഈ പറഞ്ഞ പോലെ നമ്മൾ കെമിക്കൽസ് മെഷർ ചെയ്ത് കൃത്യമായ അളവിലെടുക്കുന്ന ഫ്ലാസ്ക് ഉണ്ട്, അതല്ലാത്ത ഫ്ലാസ്ക് ഉണ്ട്. ബീക്കേഴ്സും അതെ മെഷർമെൻറ്റിൽ എടുക്കുകയാണ്. ബ്യൂററ്റ് എന്ന് പറയുമ്പോൾ ടൈട്രേഷന് യൂസ് ചെയ്യുന്നു. പെട്രി ഡിഷ് എന്ന് പറയുമ്പോൾ നമുക്ക് ബാക്ടീരിയ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിനെ കൾച്ചർ ചെയ്യുന്ന ഗ്ലാസ് വെയർ ആണ് ഇത് പെട്രി ഡിഷ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഗ്ലാസ് വെയേഴ്സിൻ്റെ ക്ലീനിങ് ആണ് അടുത്ത് നോക്കാനുള്ള സെക്ഷൻ എന്ന് പറയുന്നത്. ഗ്ലാസ് വെയേഴ്സ് കോമൺലി നമ്മൾ വാട്ടർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആദ്യം കഴുകും. അതിനുശേഷം ഡിറ്റർജൻസ് യൂസ് ചെയ്ത് കഴുകും. ഈ ഡിറ്റർജൻസ് യൂസ് ചെയ്തിട്ടും റിമൂവ് ആവാത്ത ഡേർട്ട് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ബ്ലോക്ക് ആയിട്ട് കിടക്കുന്ന പാർട്ടിക്കിൾസ്, പിപ്പറ്റ്സിലൊക്കെ ബ്ലോക്ക് ആയിട്ട് കിടക്കുന്ന ഇമ്മൂവബിൾ ആയിട്ടുള്ള ഡേർട്ടിനെ നമുക്ക് ക്രോമിക് ആസിഡ് സൊല്യൂഷൻ യൂസ് ചെയ്ത് എന്ത് ചെയ്യാം, ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓർഡിനറി മെത്തേഡ്സ് വഴി റിമൂവ് ആവാത്ത ഡേർട്ട് അല്ലെങ്കിൽ അഴുക്കുകളെ ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സൊല്യൂഷനാണ് ഇത് ക്രോമിക് ആസിഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്, ഡിസ്റ്റിൽഡ് വാട്ടർ. അപ്പോൾ ആ ഇൻഗ്രീഡിയൻസിൻ്റെ തന്നെ പെർസെൻറ്റേജ് എത്രത്തോളം എടുക്കുന്നെന്നുള്ളതും നോക്കുക. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണെങ്കിൽ 10 ഗ്രാം ആണ്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിൽ 25 ml ആണ്, ഡിസ്റ്റിൽഡ് വാട്ടർ 75 ml. ഇനി അടുത്തെയാണ് ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഡിസിൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ലാബിലാവട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും മെറ്റീരിയൽസിൻ്റെ കാര്യത്തിലാവട്ടെ അതിനകത്തുള്ള ലിവിങ് മൈക്രോ ഓർഗാനിസത്തിനെ ഡിസ്ട്രോയ് ചെയ്യാൻ അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണെന്ത്, ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത്. സ്റ്റെറിലൈസേഷൻ എന്ന പ്രോസസ്സിൽ നമ്മൾ ഫിസിക്കൽ മെത്തേഡുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഡിസിൻഫെക്ഷൻ എന്ന പ്രോസസ്സിൽ കെമിക്കൽ ഏജൻസ് അല്ലെങ്കിൽ ഡിസിൻഫെക്റ്റൻസിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡിസിൻഫെക്റ്റൻസിനകത്ത് വരുന്നത് ഫിനോലിക് കോമ്പൗണ്ട്സ്, ആൽക്കഹോൾസ്, ക്ലോറിൻ, അയഡിൻ, ഐഡോഫോസ്, ഫോർമാൽഡിഹൈഡ്, ഇതെല്ലാം തന്നെ ഡിസിൻഫെക്റ്റൻസിൻ്റെ എക്സാമ്പിളാണ്. പിന്നെ നമുക്ക് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു പോർഷനാണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ
ഈ കളർ കോഡ് വെച്ചിട്ടാണ് എപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻ വരിക. ഏത് കാറ്റഗറി ഓഫ് വേസ്റ്റ് അല്ലെങ്കിൽ എക്സാമ്പിൾ തന്നിട്ട് അത് ഏത് കളർ കോഡുള്ള ബിന്നിലാണ് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതാണ് സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ബയോഡീഗ്രേഡബിൾ അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റ്, പാക്കിംഗ് മെറ്റീരിയൽ, പേപ്പർ പോലുള്ള വേസ്റ്റുകൾ, ടിഷ്യൂസ് ഒക്കെ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത് ഗ്രീൻ കളർ ബിന്നിനകത്തായിരിക്കും. ഇനി അടുത്ത ഇൻഫെക്റ്റഡ് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഗ്ലൗസ്, പ്ലാസ്റ്റിക് വേസ്റ്റ്, യൂറിൻ ബാഗ്, ബ്ലഡ് ബാഗ് അങ്ങനെയുള്ള വേസ്റ്റുകൾ, പ്ലാസ്റ്റിക്കുകളുടെ വേസ്റ്റുകളാണെങ്കിൽ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത് റെഡ് കളറുടെ ബിന്നിലായിരിക്കും. ഇനി അനാറ്റമിക്കൽ ആയിട്ടുള്ള വേസ്റ്റുകളാണെങ്കിൽ പ്ലാസൻ്റ അങ്ങനെയുള്ള വേസ്റ്റുകൾ, കോട്ടൺ ഡ്രസ്സിങ്ങിലൊക്കെ ഉപയോഗിച്ച വേസ്റ്റുകളാണെങ്കിൽ യെല്ലോ കളർ ബിന്നിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്പോസ് ചെയ്യുന്നത്. യെല്ലോ കളറാണ് ആ ബിന്നിന് വരിക ഇൻഫെക്റ്റഡ് വേസ്റ്റിന്. ഇനി അടുത്ത ബ്ലൂ കളർ ബിന്ന് എന്ന് പറയുമ്പോൾ റീയൂസബിൾ ആയിട്ടുള്ള ക്ലിനിക്കൽ വേസ്റ്റുകളാണ് ഇതിനകത്ത് വരുന്നത്, ബ്ലൂ കളർ ബിന്നിനകത്ത് വരുന്നത്. തിയേറ്റർ ഡ്രസ്സ്, ടൂൾസ്, അതുപോലെ ബ്രോക്കൺ ആയിട്ടുള്ള ഗ്ലാസസ് അതൊക്കെ ഇതിനകത്താണ് വരുന്നത്, ബ്ലൂ കളർ ബിന്നിനകത്താണ് വരുന്നത്. വൈറ്റ് കളർ ബിന്നിനകത്താണെങ്കിൽ ഷാർപ്സ് ആയിട്ടുള്ള ഇൻസിസർ ബ്ലേഡ്, നീഡിൽസ്, സ്കാൾപ്പൽസ് ഇതുപോലുള്ള ഷാർപ്പായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്താണ് വരുന്നത്, വൈറ്റ് കളർ ബിന്നിനകത്താണ് വരുന്നത്. അപ്പോൾ ഈ കളർ കോഡ് നോട്ട് ചെയ്യുക, എപ്പോഴും എക്സാമിന് വരുന്നൊരു ചോദ്യമാണ്. ഇനി നമുക്ക് അടുത്ത നോക്കാനുള്ളത് ലാബിൽ വരുന്ന കോമൺ ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഒന്നാമത്തത് ഇൻക്യുബേറ്റേഴ്സ് നോക്കാം. ഇൻക്യുബേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അറിയാം, നമുക്ക് ഒരു ടെമ്പറേച്ചറിൽ, ഒരു ആവശ്യമായ ടെമ്പറേച്ചറിൽ കൾച്ചേഴ്സിനെയൊക്കെ ഗ്രോ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ബാക്ടീരിയൽ കൾച്ചേഴ്സിനെ വളർത്താനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ത്, ഇൻക്യുബേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇൻക്യുബേറ്റേഴ്സിന് നോർമലി യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. പിന്നെ വരുന്നത് സെൻട്രിഫ്യൂജ് എന്ന് പറയുമ്പോൾ സോളിഡ് മാറ്ററിനെ ലിക്വിഡ് സസ്പെൻഷനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു എക്വിപ്മെൻ്റ് ആണിത് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, അതേ കണക്ക് സെഡിമെൻറ്റേഷൻ ഒക്കെയാണ് എന്ത് സെൻട്രിഫ്യൂജിൽ വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് സെമി ഓട്ടോ അനലൈസർ. നമ്മുടെ സിലബസിലുള്ളൊരു ടോപ്പിക്കാണ് എന്ത് ആ ഒരു സിലബസിൻ്റെ ഓർഡറിലാണ് ഈ പറഞ്ഞു പോകുന്നത്. ഇൻക്യുബേറ്റർ, അതുപോലെ സെൻട്രിഫ്യൂജ്, സെമി ഓട്ടോ അനലൈസർ. സെമി ഓട്ടോ അനലൈസർ എന്ന് പറയുന്നത് ഒരു ലബോറട്ടറി ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ബയോളജിക്കൽ സാമ്പിൾസിൻ്റെ പാരാമീറ്റേഴ്സ് ഒക്കെ അനലൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നൊരു ബയോകെമിസ്ട്രി ഉണ്ട്, അതേ കണക്ക് ഹെമറ്റോളജിയിലും ഉണ്ട് ഈ സെമി ഓട്ടോ അനലൈസർ എന്ന് പറയുന്നത്. അപ്പോൾ സെമി എന്ന വാക്ക് അവിടെ വരാൻ കാരണം ഓട്ടോമാറ്റിക് അനലൈസേഴ്സ് ആണ്. ഇതിനകത്ത് തന്നെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസേഴ്സും ഉണ്ട്, സെമി ഓട്ടോമാറ്റിക് അനലൈസേഴ്സും ഉണ്ട്. സെമി ഓട്ടോമാറ്റിക് അനലൈസേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് മാനുവൽ ഇൻ്റർവെൻഷൻ വരുന്നുണ്ട്. അതായത് നമ്മൾ തന്നെയാണ് സാമ്പിൾ ലോഡ് ചെയ്യേണ്ടതും റിയേജൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതും, ബാക്കിയൊക്കെ മെഷീൻ തന്നെ ചെയ്യും. അപ്പോൾ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസേഴ്സ് ആണെങ്കിൽ ഫുള്ളി മെഷീൻ തന്നെയാണ് ചെയ്യുന്നത്, കംപ്ലീറ്റ് പ്രോസസ്സും. ഓക്കെ, ഇനി അടുത്തത് കലോറിമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു സബ്സ്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ത് കലോറിമീറ്റർ എന്ന് പറയുന്നത്. ഇവിടെ ലൈറ്റ് അബ്സോർബൻസിൻ്റെ എമൗണ്ടിനെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യുന്നത്. ബീർ ലാംബർട്ട്സ് ലോയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ത് കലോറിമീറ്റർ എന്ന് പറയുന്നത്. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ് ബീർ ലാംബർട്ട്സ് ലോയിൽ വർക്ക് ചെയ്യുന്നതെന്നുള്ളത്, അല്ലെങ്കിൽ കലോറിമീറ്റർ ഏത് ലോയുടെ ബേസിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ വരുന്ന മറ്റൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ത് വാട്ടർ ബാത്ത് എന്ന് പറയുന്നത്. വാട്ടർ ബാത്ത് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ലിക്വിഡായിട്ടുള്ള സബ്സ്റ്റൻസ് ഒക്കെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യാനായിട്ട്, നമുക്ക് ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഹീറ്റ് ചെയ്യുക. അങ്ങനെ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണെന്ത് വാട്ടർ ബാത്ത് എന്ന് പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക്ക് ഡിസ്റ്റിലേഷൻ ആൻഡ് ഡീഅയണൈസേഷൻ അപ്പാരറ്റസ് ആണ്.
അപ്പോൾ നമുക്കറിയാം ലബോറട്ടറിയിൽ വാട്ടറിൻ്റെ ക്വാളിറ്റി വളരെ ക്രൂഷ്യലാണ്. പ്യുവർ വാട്ടറാണ് ലബോറട്ടറീസിൽ വേണ്ടത്. എല്ലാ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ്റെ പ്രിപ്പറേഷൻ ആയാലും ബഫറിനായാലും റിയേജൻറ്റിനായാലും എല്ലാം വേണ്ടത് വളരെ ക്ലീൻ ആയിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള വാട്ടറാണ് വേണ്ടത്. അപ്പോൾ ക്ലീൻ അല്ലെങ്കിൽ കെമിക്കലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇംപ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ പോലും അത് നമ്മുടെ പ്രിപ്പറേഷനെ ബാധിക്കും. അപ്പോൾ വാട്ടർ ഡിസ്റ്റിലിംഗ് അപ്പാരറ്റസ് എന്ന് പറയുന്നത് ഇംപ്യൂർ വാട്ടറിനെ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഏത് പ്രോസസ്സാണ് വരുന്നത്? ഡിസ്റ്റിലേഷൻ എന്ന പ്രോസസ്സാണ് വരുന്നത്. ഡിസ്റ്റിലേഷൻ എന്ന പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഇംപ്യൂർ വാട്ടറിനെ ബോയിൽ ചെയ്ത് അതിൽ നമ്മൾ പൊതുവേ അറിയാമല്ലോ, വെള്ളം ബോയിൽ ചെയ്യുമ്പോൾ സ്റ്റീം ഉണ്ടാവും. ആ ഉണ്ടാവുന്ന സ്റ്റീം പിന്നെ കണ്ടൻസ് ചെയ്ത് ഒരു കണ്ടൻസർ യൂസ് ചെയ്ത് കണ്ടൻസ് ചെയ്ത് പ്യുവർ ഡിസ്റ്റിൽഡ് വാട്ടർ ആക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഡിസ്റ്റിലേഷൻ എന്ന പ്രോസസ്സ്. അപ്പോൾ ഈ ഡിസ്റ്റിലേഷൻ വഴി നമുക്ക് പ്യുവർ ആയിട്ടുള്ള വാട്ടർ കിട്ടും. എന്നിരുന്നാൽ കൂടി ഇതിനകത്ത് ഡിസോൾവ് ആയിട്ടുള്ള അയണൈസ്ഡ് ഗ്യാസസ്, അതായത് അമോണിയ, കാർബൺ ഡയോക്സൈഡ്, ക്ലോറിൻ ഒന്നും എന്ത് ചെയ്യത്തില്ല, ഡിസ്റ്റിലേഷൻ എന്ന പ്രോസസ്സ് വഴി റിമൂവ് ചെയ്യത്തില്ല. ഇനി ഡി അയണൈസർ എന്ന് പറയുന്ന അപ്പാരറ്റസ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ വാട്ടറിനെ അയോൺ ഫ്രീ ആക്കാം. അപ്പോൾ ഡി അയണൈസേഷൻ എന്താണെന്ന് കൂടെ മനസ്സിലാക്കുക. ഡി അയണൈസർ എന്ന അപ്പാരറ്റസ് യൂസ് ചെയ്തിട്ടാണ് അയോൺ ഫ്രീ വാട്ടർ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലബോറട്ടറീസിൽ. അപ്പോൾ ഡി അയണൈസേഷൻ എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് കെമിക്കലി ഇംപ്യൂർ വാട്ടർ ഈസ് പാസ് ത്രൂ ആനയോൺ ആൻഡ് കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിൻസ് ടു പ്രൊഡ്യൂസ് അയോൺ ഫ്രീ വാട്ടർ. അതായത് കെമിക്കലി ഇംപ്യൂർ ആയിട്ടുള്ള വാട്ടർ നമ്മൾ ആനയോൺ ആൻഡ് കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിൻസിലൂടെ കടത്തി വിട്ടിട്ട് അയോൺ ഫ്രീ ആയിട്ടുള്ള വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? ഡി അയണൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ജസ്റ്റ് ആ മൊഡ്യൂളിൻ്റെ ഒരു ഓവറോൾ കണ്ടന്റ് പറഞ്ഞു പോയതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗം പറഞ്ഞു പോയതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുൾ MLT ക്ലാസ്സും ഹാൻഡ് ബുക്കും ഉണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള MLT ക്ലാസ്സും ഹാൻഡ് ബുക്കും ആണുള്ളത്. അപ്പോൾ ക്ലാസ്സിനും ഹാൻഡ് ബുക്കിനും വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതേ കണക്ക് തന്നെ ഓരോ ടോപ്പിക്കിനെ വെച്ചിട്ട് നമ്മളായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള MCQസും ഉണ്ട്. പിന്നെ ഓരോ MLT ക്ലാസ്സും റെക്കോർഡഡ് ആണ്. ലൈവ് സ്ട്രീമിംഗ് ആണ് നൈറ്റിൽ പോകുന്നതെങ്കിൽ പോലും റെക്കോർഡഡ് ആണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കേൾക്കാം. പിന്നെ ഡൗട്ട് ക്ലിയറൻസിനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ഹാൻഡ് ബുക്ക് എന്ന് പറയുമ്പോൾ പോസ്റ്റൽ സർവീസ് വഴിയാണ് കിട്ടുന്നത്. അതിനകത്ത് MLT ഉണ്ട്. അതുപോലെ സയൻസ് സബ്ജക്റ്റായ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉണ്ട്. പിന്നെ ജൂലൈ 1 മുതൽ 10 വരെ, ജൂലൈ 13 എക്സാം, ജൂലൈ 1 മുതൽ 10 വരെ ടെസ്റ്റ് സീരീസ് നമ്മൾ നടത്തുന്നുണ്ട്. ഫീസ് വരുന്നത് ടോട്ടലി 400 രൂപയാണ്. ഓക്കെ, താങ്ക് യു.